Hi everyone, this is Shafi Muhammed. Welcome to this new video. ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കെല്ലാവർക്കും അഭിമാനമായിട്ടുള്ള ഇന്ത്യക്ക് അഭിമാനമായിട്ടുള്ള പി.വി. സിന്ധു അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാനുണ്ട് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അവരുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, അവർ ഈ പറഞ്ഞിരിക്കുന്ന വേൾഡ് ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ട്. ഈ ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ നേടിയിട്ടുള്ള ഈ ഒരു നേട്ടം നേടാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. അവരുടെ ആ ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ഓരോ വർഷങ്ങളും അവർ എന്ത് ചെയ്യുന്നുണ്ട്, 2013 അവർ ഈ പറഞ്ഞിരിക്കുന്ന മത്സരിക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയിട്ട് മുന്നോട്ട് വരികയും ഹ്യൂജ് ലെവലിൽ പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ഇയറിലും സക്സസ് ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ്. 2019 അവർ ഗോൾഡ് മെഡൽ നേടി. ഇവരുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? 3 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ 3 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ലൈഫിൽ പകർത്തേണ്ട, വളരെ പ്രാധാന്യത്തോടു കൂടി എടുക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഈ ഒരു വിജയം നേടിയതിനു ശേഷം ഇവരുടെ മാതാപിതാക്കളുമായിട്ട് ഇൻ്റർവ്യൂ നടത്തിയാൽ, പ്രത്യേകിച്ച് ഇവരുടെ മാതാവിന് ഇൻ്റർവ്യൂ നടത്തിയ സമയത്ത് അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. മാതാവ് പറഞ്ഞു വെച്ചാൽ കഴിഞ്ഞ 13-14 വർഷമായിട്ട് ഇതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. അതായത് നമ്മളെല്ലാവരും പി.വി. സിന്ധുവിന് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കുറച്ച് വർഷങ്ങളായിട്ടേ അറിയുന്നുണ്ടാവുകയുള്ളൂ. ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞിരിക്കുന്ന ഇപ്രാവശ്യം ഗോൾഡ് മെഡൽ നേടിയപ്പോഴായിരിക്കാം ലോകം തന്നെ പി.വി. സിന്ധു എന്ന് പറയുന്ന വ്യക്തിത്വത്തെ തിരിച്ചറിയുന്നുണ്ട്, ആ മഹാപ്രതിഭയെ തിരിച്ചറിയുന്നുണ്ടാവുള്ളൂ. പക്ഷേ ഇതിന് മുൻപൊരു സമയമുണ്ടായിരുന്നു. ആ സമയം എന്ന് പറയുന്നത് കഴിഞ്ഞ 13-14 വർഷത്തെ അധ്വാനമാണ്. നമ്മളെല്ലാവരും ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് വിൽ ടേക്ക് ടൈം. സമയമെടുക്കും. മഹാവിജയങ്ങൾ, വൻ വിജയങ്ങൾ വിജയിച്ചു വരാൻ, മുന്നോട്ട് കയറി വരാൻ വേണ്ടിയിട്ട് സമയമെടുക്കും എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് വളരെ ക്ഷമയോടുകൂടി, പേഷ്യൻസോടുകൂടി, പെർസിവറൻസോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനുള്ള ആ ഒരു തഞ്ചേടം ഉണ്ടാവണം. പലപ്പോഴും നമ്മളിൽ അധികം ആൾക്കാർക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ 6 മാസം വർക്ക് ചെയ്യാൻ റെഡിയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ജിംനേഷ്യത്തിൽ പോയിട്ട് ബോഡി ബിൽഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ 2 ആഴ്ച വർക്ക് ചെയ്യാൻ തയ്യാറാണ്. അതിനുശേഷം നമുക്ക് അതിന് തയ്യാറല്ല എന്നുള്ളതാണ്. ഇവരിതിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് ഇവരുടെ ലൈഫിൽ ഹ്യൂജ് സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ പരിശ്രമിച്ചിട്ട് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പറഞ്ഞിരിക്കുന്ന 13-14 വർഷത്തോളം നിരന്തരം പ്രാക്ടീസ് ചെയ്യാൻ. വേറെ ഒരു കാര്യത്തെക്കുറിച്ചും അവർക്ക് ചിന്തയില്ല, വേറെ ഫോക്കസ് ഇല്ല. കംപ്ലീറ്റ് ഫോക്കസും ഈ പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ ലക്ഷ്യത്തിലാണ്. പി.വി. സിന്ധുവിൻ്റെ 36,000 മുതൽ 60,000 ചിന്തയിലെ 80% ചിന്തയും, ഒരു ദിവസത്തെ മൊത്തം ചിന്തയിലെ 80% ചിന്തയും ഈ പറഞ്ഞിരിക്കുന്ന ഗോൾഡ് മെഡൽ നേടുക എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് അത് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം അവർ കോമ്പീറ്റ് ചെയ്യുന്നത് ആരുമായിട്ടാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർ കോമ്പീറ്റ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും വേൾഡ് ക്ലാസ് ലെവലുള്ള ആൾക്കാരുമായിട്ടാണ്. ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ തന്നെ നാട്ടിലുള്ള അല്ലെങ്കിൽ സിന്ധുവിനെ കൂടെ കളിച്ച് വളർന്ന വ്യക്തികളുമായിട്ടല്ല, ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നവരുമായിട്ടാണ്. ആ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നവരുടെ മുൻപിൽ ഏറ്റവും മികച്ച രീതിയിൽ ഉയർന്നു വരണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ഈസി. സോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, സക്സസ് വിൽ ടേക്ക് ടൈം. അതിനുവേണ്ടി അത്രയും വർഷത്തോളം പരിശീലിക്കാൻ തയ്യാറായിട്ടുള്ളൊരു വ്യക്തിയാണ് അവർ. രണ്ടാമതൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോ ഡിസ്ട്രാക്ഷൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം സക്സസ് നമുക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ, വിജയം നമുക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫോക്കസ് സൂപ്പർ ഫോക്കസ്ഡ് ആയിരിക്കണം. മാതാവിനോട് ഈ ഇൻ്റർവ്യൂവിൽ പറയുന്നതെന്ന് വെച്ചാൽ, മാതാവ് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ 6 മാസമായിട്ട് പി.വി. സിന്ധു ഫോൺ തൊട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മളുടെ അധികം ആൾക്കാരുടെയും ഡിസ്ട്രാക്ഷൻ എവിടെയാണ് പോകുന്നത്? ഞാൻ എപ്പോഴും സംസാരിക്കുന്ന ഒരു വിഷയമാണെന്ന് വെച്ചാൽ, ഫോൺ എന്ന് പറയുന്നത് നമുക്ക് ഉപകാരം നൽകുന്നതിനേക്കാട്ടിലും കൂടുതൽ ഉപദ്രവമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഫോൺ ഒഴിവാക്കണമെന്ന് ഞാൻ പറയുന്നില്ല, സ്മാർട്ട് ഫോൺ ഒഴിവാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് മഹാവിജയങ്ങൾ നേടണമെന്നുണ്ടെങ്കിൽ, വിജയിച്ച് മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ ഉപയോഗത്തിൽ നിങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാവണം. മറിച്ച് ഫോൺ നിങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും സക്സസ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് വേണ്ട. അത്തരത്തിലുള്ളൊരു പ്രതീക്ഷയുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണ്ട. ഒരു സംശയമില്ല, വിജയിക്കണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി സോ സൂപ്പർ ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകണം. കഴിഞ്ഞ 6 മാസമായിട്ട് കംപ്ലീറ്റ് ഫോണും ആക്ടിവിറ്റീസും കംപ്ലീറ്റ് കാര്യങ്ങളും നിർത്തി വെച്ചിട്ട് ഇതിലേക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് അവർ വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോയതുകൊണ്ട് അവർക്ക് വിജയം കൈവരിച്ചു.
പറയുന്നവരുടെ മാതാവാണ്. എത്രത്തോളം ഡെഡിക്കേഷൻ എടുത്തിട്ടുണ്ട് എന്നുള്ളത് അവർ ആ മാച്ച് കാണുന്ന സമയത്ത് അവർ ഭയങ്കരമായിട്ട് കണ്ണിൽ കണ്ണുനീര് നിറയുകയായിരുന്നു. അവർക്കിനെ വല്ലാണ്ട് കണ്ണ് നിറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, വിഷമിച്ചൊരവസ്ഥയിൽ, വിഷമം എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ടുള്ള ഒരവസ്ഥ. കാരണം ആ ഒരു റിസൾട്ട് കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്രയും എഫേർട്ട് എടുത്തതിൻ്റെ. എഫേർട്ട് എടുക്കാതെ അധ്വാനിക്കാതെ ഒരിക്കലും കിട്ടില്ല. നമുക്ക് എല്ലാ സ്പോർട്സ് താരങ്ങളെക്കുറിച്ചും നമുക്ക് പറയാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, അവരുടെ ഒഴിവ് സമയങ്ങൾ ചെലവഴിക്കുന്നത്, മറ്റുള്ളവർ ശ്രദ്ധിക്കാത്ത സമയത്ത് അവർ ചെയ്യുന്ന പ്രവൃത്തികളാണ് അവർക്ക് വിജയത്തിലേക്ക് എത്തിക്കുന്നത്. മറ്റുള്ളവർ കാണാത്ത സമയത്ത് അവർ അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മൊത്തം ഈ പറഞ്ഞിരിക്കുന്ന അവർ കളിക്കുന്നത് ആക്ച്വൽ കളി നടക്കുന്നത് മേ ബി 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ ഉണ്ടാവുകയുള്ളൂ, അവരുടെ പുറത്ത് കാണുന്ന എഫേർട്ട്. പക്ഷേ നമ്മളാരും കാണാത്ത മണിക്കൂറുകളോളം ഉണ്ട് അവരുടെ. അത് രാവിലെകളായിരിക്കാം, പുലർച്ചെ എണീറ്റിട്ടായിരിക്കും അവർ ചെയ്യുന്നത്, അതേപോലെ തന്നെ വൈകിട്ട് എണീറ്റിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള മണിക്കൂറുകളോളമുള്ള അവരുടെ എഫേർട്ടിൽ നിന്നാണ് അവർ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, PV സിന്ധുവിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സെറ്റ് ആൻഡ് അനദർ ഗോൾ എന്നുള്ളതാണ്. അതായത് അവരിന്ന് വിജയിച്ച ഉടനെ തന്നെ അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, സിന്ധു പറഞ്ഞിട്ടുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ വാണ്ട് ടു വിൻ an Olympic medal. That is my next goal. ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഈ മാതാവ് ശരിക്കും എന്ത് ചെയ്യാണ്, ഈ പറഞ്ഞിരിക്കുന്ന വിൻ ചെയ്തതിന് ശേഷം മാതാവ് സിന്ധുവിനെ വിളിച്ചിട്ട് സംസാരിച്ച സമയത്ത് സിന്ധു പറഞ്ഞിട്ടുള്ള കാര്യം, മൈ നെക്സ്റ്റ് ഗോൾ ഈസ് ടു വിൻ ഒളിമ്പിക്സ്. ഇത് തീർന്നിട്ടില്ല. നമ്മുടെ അധികം ആൾക്കാരുടെ പ്രശ്നം എന്താ പറയുക, സക്സസ് ഇസ് ഡേഞ്ചറസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ് നമുക്ക് എല്ലാവർക്കും. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ വിജയിച്ച് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുക്കും. ഈ ആമയും മുയലും മത്സരം ഉണ്ടല്ലോ, അതിലുള്ളതുപോലെ കുറച്ചങ്ങ് ഓടിയിട്ട് വിജയം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് ഡൗൺ ആയി, അല്ലെങ്കിൽ എന്താ പറയുക, ഒന്ന് റെസ്റ്റ് എടുക്കുന്ന ഒരവസ്ഥ, മടി പിടിക്കുന്ന ഒരവസ്ഥ. സിന്ധുവിനെ സംബന്ധിച്ചിടത്തോളം അതല്ല. സിന്ധു ഷീ റിയലി വാണ്ട് ടു സെറ്റ് എൻ എക്സാമ്പിൾ സെറ്റ് ചെയ്യണം. ഇതിന് വേണ്ടി എന്ത് ചെയ്യണം, നെക്സ്റ്റ് ഗോൾ ഇപ്പം തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് എവിടെ റെസ്റ്റ് എടുക്കില്ല, അടുത്ത ഗോളിലേക്ക്. ഇതിൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളുമായിട്ട് സന്തോഷമുണ്ടെങ്കിലും അറ്റ് ദ സെയിം ടൈം നെക്സ്റ്റ് ഗോൾ റെഡിയാണ്. നമ്മളധികം ആൾക്കാരുടെയും പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ഒരു വിജയം നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മധുരമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ മത്ത് പിടിച്ച് ഇങ്ങനെ നടന്ന്, എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ പരാജയങ്ങളൊക്കെ സംഭവിച്ച് അടി പോകുമ്പോഴാണ് നമുക്ക് ഉണർവുണ്ടാകുന്നത്, അടുത്ത ഗോൾ സെറ്റ് ചെയ്യണമല്ലോ എന്നുള്ളത്. അതാവരുത്. നിരന്തരം ഗോൾ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. അതാണ് അവർ പഠിപ്പിക്കുന്ന പാഠം. ഈ 3 പാഠങ്ങളാണ് എനിക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഏറ്റവും പ്രധാനമായിട്ടും അട്രാക്റ്റ് ചെയ്തിട്ടുള്ള ഈ 3 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളതാണ്. മറക്കരുത്, ഒന്നുകൂടെ പറയാം, ഇറ്റ് വിൽ ടേക്ക് ടൈം. നമ്പർ പോയിന്റ് 1, ഇറ്റ് വിൽ ടേക്ക് ടൈം. സമയമെടുക്കും. അധ്വാനിക്കാൻ തയ്യാറാവുക. എത്ര സമയം എടുത്താലും വേണ്ടിയില്ല. അത് 7 വർഷമായിട്ട്, 10 വർഷമായിട്ട്, 15 വർഷമായിട്ട് എൻ്റെ സ്വപ്നത്തിൽ നിന്ന് ഞാൻ പിന്തിരിയില്ല എന്ന് തീരുമാനിക്കുക. രണ്ടാമത്തത്, നോ ഡിസ്ട്രാക്ഷൻ. സൂപ്പർ ഫോക്കസ്ഡ് ആയിട്ട് ഫോണും സോഷ്യൽ മീഡിയ ഒക്കെ മാറ്റി വെച്ചിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് വളരില്ല, നിങ്ങളുടെ പ്രൊജക്റ്റുകൾ ഡെവലപ്പ് ആവില്ല, ആശയങ്ങൾ റിയാലിറ്റി ആവില്ല, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവില്ല. സോ മേക്ക് യൂസ് ഓഫ് യുവർ ടൈം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള 3ാമത്തെ പോയിന്റ് ഉണ്ടായിരുന്നത്, സെറ്റ് ദ നെക്സ്റ്റ് ഗോൾ. ആ നെക്സ്റ്റ് ഗോൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. ഉടനെ തന്നെ ഇപ്പം തന്നെ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. ഡോണ്ട് ടേക്ക് റെസ്റ്റ് ആൻഡ് റിലാക്സ് ആൻഡ് ഗെറ്റ് ലേസി ആൻഡ് ബി എ ഫെയിലിയർ. അതാവരുത്. മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ. അതേപോലെ തന്നെ ഷാഫി സ്പേസിൻ്റെ വാട്സപ്പ് കൂട്ടായ്മയുണ്ട്, അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് 8086880775 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ദിസ് ഈസ് മീ ഷാഫി മുഹമ്മദ്. സീ യു ലേറ്റർ. ബൈ. ടേക്ക് കെയർ. ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ.